ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ പ്രിയപ്പെട്ട പരിശുദ്ധ മാതാവിനെ കുറിച്ചുള്ള കുറേയേറെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലും ന്യൂസിലുമൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ. അതിനെക്കുറിച്ചെല്ലാം ചെറിയൊരു വിവരണത്തോടു കൂടി ഒരു വീഡിയോ ആണ് ഇതിൽ ഞങ്ങൾ ചെയ്യുന്നത്. ഇത് തീർച്ചയായും നിങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ഒപ്പം ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്തു കൊടുക്കണം. നമ്മുടെ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി കത്തോലിക്ക സഭ വിട്ടുകളഞ്ഞോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത് അല്ലേ. ഒരു കൂട്ടർ പറയുന്നത് കത്തോലിക്ക സഭയ്ക്ക് തെറ്റുപറ്റിയെന്നും അതുപോലെ ആ ഒരു തെറ്റ് ഇപ്പോൾ തിരുത്തിയതാണെന്നും ഒക്കെ പറയുന്നുണ്ട്. ഇതിനൊക്കെ മധ്യേ എന്താണ് സംഭവിച്ചെന്ന് നിങ്ങളും അറിയണം. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു മാത്രമാണ് നമ്മുടെ എല്ലാം ഏകരക്ഷകൻ. അത് ഒരു സത്യമായ കാര്യമാണ്. പക്ഷേ വിശ്വാസ സമൂഹങ്ങൾക്കിടയിൽ മാതാവിനെ നമ്മൾ സഹരക്ഷക, മധ്യസ്ഥ എന്നീ വാക്കുകൾ ഉപയോഗിച്ച് വിശേഷിപ്പിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, ഈ ഒരു വിശേഷണ രീതി മാത്രമാണ് ഒഴിവാക്കാൻ വേണ്ടി സഭയോടും നമ്മൾ വിശ്വാസികളോടും എല്ലാം നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് മുന്നോട്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ കന്യകാമറിയത്തെ സഹരക്ഷക, മധ്യസ്ഥ എന്നീ വാക്കുകൾ ഉപയോഗിച്ച് വിശേഷിപ്പിക്കാതിരിക്കുക. അത്രമാത്രമാണ് സഭ നമ്മളോട് പറയുന്നത്. നൂറ്റാണ്ടുകളായി വിവിധ വിശ്വാസി സമൂഹങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ ഒരു തീർപ്പ് കൽപ്പിക്കാനാണ് ഇപ്പോൾ ഈ ഒരു രേഖ തയ്യാറാക്കിയത്. ഈ ഒരു രേഖയിൽ തന്നെ പറയുന്നുണ്ട്, രക്ഷയുടെയും കൃപയുടെയും കർത്താവിനെ ലോകത്തിന് നൽകിയ അമ്മയാണ് മറിയമെന്ന്. പ്രിയമുള്ളവരെ, മാറ്റർ പോപ്പുലി ഫെഡലസ് എന്ന ഈ ഒരു രേഖ അർത്ഥമാക്കുന്നത് തന്നെ മദർ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ പീപ്പിൾ, അതായത് വിശ്വാസികളുടെ മാതാവ്, ദൈവമാതാവ് എന്നീ വാക്കുകൾ നമുക്ക് പ്രിയപ്പെട്ട മാതാവിന് വേണ്ടി ഉപയോഗിക്കാം. ദൈവജനത്തിൻ്റെ മാതാവെന്നും സ്ഥാനപ്പേരുകളിൽ നമുക്ക് മാതാവിനെ എന്നും വിശേഷിപ്പിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള നിങ്ങളുടെ പ്രാർത്ഥനകളിലെല്ലാം മാതാവിനെ വിശ്വാസികളുടെ മാതാവ് എന്ന ഒരു വാക്ക് ഉപയോഗിച്ച് വിശേഷിപ്പിക്കാവുന്നതാണ്. ലിയോ 14 പാപ്പയാണ് ഈ രേഖയ്ക്ക് അംഗീകാരം നൽകിയത്. ഇതിലൂടെ സഹരക്ഷക, മധ്യസ്ഥ എന്നീ വിശേഷണങ്ങൾ ക്രിസ്തുവിന് മാത്രമുള്ളതാണെന്നാണ് പറയുന്നത്. പരിശുദ്ധ കന്യകാമറിയത്തിന് എല്ലാ കൃപകളുടെയും മധ്യസ്ഥ, സഹരക്ഷക എന്നീ വാക്കുകൾ ഒഴിവാക്കണം എന്നുള്ളതും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇത് വിശ്വാസികൾക്ക് സഭ നൽകുന്ന ഒരു ഉപദേശം മാത്രമാണ്. ഇത് ഒരു തെറ്റാണെന്ന് രേഖയിൽ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നമ്മൾ സഹരക്ഷക, മധ്യസ്ഥ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് രേഖയിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു വാക്കുകൾ നമ്മൾ മാതാവിന് ഉപയോഗിക്കുന്നതിലൂടെ തെറ്റിദ്ധാരണകൾക്ക് കാരണമാകുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ തെറ്റിദ്ധാരണകൾക്ക് കാരണമാകുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിക്കാതെ മാറി നിൽക്കാനാണ് സഭ വിശ്വാസികളോട് ആവശ്യപ്പെടുന്നത്. പ്രിയമുള്ളവരെ, പരിശുദ്ധ പിതാവ് ജോൺ പോൾ 2 പാപ്പ 7 പ്രാവശ്യം ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഈ രേഖയിൽ തന്നെ പറയുന്നുണ്ട്. എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്ന് നാം വിശേഷിപ്പിക്കുമ്പോൾ എനിക്കും എൻ്റെ രക്ഷയ്ക്കും ഇടയിലുള്ള ഒരു വ്യക്തിയായിട്ട് പരിശുദ്ധ അമ്മയെ നാം കാണാനായി സാധ്യതയുണ്ട്. ഇതിലൂടെ നാം മാതാവിനും അപ്പുറത്തേക്ക് പോകാതെ, രക്ഷ പ്രാപിക്കാതെ പരിശുദ്ധ അമ്മയിൽ കൂടുതൽ ചേർന്ന് നിൽക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. പ്രിയമുള്ളവരെ, അമ്മ മധ്യസ്ഥ അല്ല എന്നല്ല ഇതിലൂടെ പറയുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, എനിക്കും അങ്ങേക്കും ഇടയിൽ നിൽക്കുന്ന മധ്യസ്ഥയായ എൻ്റെ അമ്മ എന്ന് പ്രാർത്ഥിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചു വരുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കും? എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്ന് വിശേഷിപ്പിക്കും അല്ലേ. അതിലൂടെ നമ്മൾ രക്ഷിക്കപ്പെടാതെ, സ്വർഗത്തിലേക്ക് കടക്കാതെ മാതാവിൽ നിന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. അത് ഒഴിവാക്കാനും യേശുവിലേക്ക് കൂടുതൽ നമ്മുടെ ഈശോയിലേക്ക് അടുക്കാനും വേണ്ടിയാണ് ഈ 2 വാക്കുകൾ ഉപയോഗിക്കുന്നത് നിർത്തലാക്കാൻ വേണ്ടി സഭ നമ്മളോട് ആവശ്യപ്പെടുന്നത്.
പ്രിയമുള്ളവരെ, ഇതിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട മാതാവിനോടുള്ള സ്നേഹം കുറയുകയോ മാതാവ് നമുക്ക് മധ്യസ്ഥ ആകാതിരിക്കുകയോ ചെയ്യുന്നില്ല. പരിശുദ്ധ അമ്മയെ മറക്കാനോ പരിശുദ്ധ അമ്മയോട് അകൽച്ച കാണിക്കാനോ ആരും പറയുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന പ്രധാനപ്പെട്ട വിശ്വാസ സത്യങ്ങൾ. അവ ദൈവമാതൃത്വം, നിത്യ കന്യകാത്വം, അമലോത്ഭവം, സ്വർഗാരോപണം, ഇവ 4 വിശ്വാസ സത്യങ്ങളാണ്. ഇതൊരിക്കലും ഒരു മാറ്റവും ഉണ്ടാകുന്നെന്ന് ഒരു സഭയും പറഞ്ഞിട്ടില്ല. മറിച്ച് സഹരക്ഷക എന്ന പദവി വിശ്വാസ സത്യത്തിലേക്ക് കൊണ്ടുവന്നുകൂടെ എന്ന ചോദ്യത്തിന് ഒരു മറുപടി കൊണ്ടുവന്നു, അത്രമാത്രം. ആഹ്വാനം മാത്രമാണ്. പരിശുദ്ധ അമ്മയ്ക്ക് പ്രാധാന്യം ഒരിക്കലും ഇല്ലാതാകുന്നില്ല. എൻ്റെ കരങ്ങളിൽ പിടിക്കൂ, നമുക്ക് ഒരുമിച്ച് ക്രിസ്തുവിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം എന്നത് മാത്രമാണ് പരിശുദ്ധ അമ്മയുടെ ആഗ്രഹം. വത്തിക്കാനും ഇതിനെതിര് പറയുന്നില്ല. പ്രിയമുള്ളവരെ, തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള ചില പദപ്രയോഗങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, അത് മാത്രമാണ് ഈ ഒരു രേഖയിലൂടെ അറിയിക്കുന്നത്. കത്തോലിക്ക സഭയുടെ അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം. കത്തോലിക്ക സഭയുടെ കാണപ്പെടുന്ന തലവനാണ് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ. അദ്ദേഹം തൻ്റെ അമ്മയെ ചില പേരുകളിൽ വിളിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറയുന്നു, അത്രമാത്രം. അമ്മ എന്ന വാക്കിന് പ്രാധാന്യം കൊടുക്കേണ്ടത് വിശ്വാസികളുടെ അമ്മ എന്ന് വിളിക്കാനാണ്. ആയതിനാൽ ഈ ഒരു രേഖയ്ക്ക് തന്നെ മാറ്റർ പോപ്പുലി ഫെഡലസ് എന്ന പേരിട്ടത്, വിശ്വാസികളുടെ അമ്മ. തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളതിനാൽ ചില വാക്കുകൾ ഉപേക്ഷിക്കാൻ മാത്രമേ ഇതിലൂടെ സഭ നിർദ്ദേശിക്കുന്നുള്ളൂ. അമ്മയോടുള്ള ഭക്തിയിൽ നമുക്ക് ഓരോരുത്തർക്കും ഈശോയിൽ ചേർന്നടുക്കാൻ സാധിക്കും. മുന്നോട്ടും അമ്മയോടുള്ള ഭക്തിയോടു കൂടി തന്നെ നിങ്ങൾ മുന്നോട്ടും പോവുക. ജപമാലയും അമ്മയോടുള്ള ഭക്തിയും സ്നേഹവും എപ്പോഴും തുടരുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്യുക. ഇതാദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഒപ്പം തന്നെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് പോലെ പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യമുള്ളവർ നിയോഗങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും എല്ലാ ദിവസവും വെളുപ്പിന് 3 മണിക്ക് ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ ഒപ്പം നിങ്ങളുടെ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കൃപയും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.